മംഗൾ മിലൻ മന്ത്രവുമായി നരേന്ദ്രമോദി എന്നതാണ് വാർത്ത. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA MP-മാർ നേരിട്ട് പ്രചാരണത്തിനിറങ്ങും എന്നാണ് തീരുമാനം. കഴിഞ്ഞ മംഗൾ മിലനിൽ രാജ്യത്തെ തൊഴിൽ രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് ചർച്ചയായതെന്ന് രാജ്യസഭാംഗം C. സദാനന്ദൻ മാസ്റ്റർ ജനം TV-യോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ 2014 മുതൽ 2026 വരെ 12 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA-യുടെ MP-മാർ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് വാർത്ത. വളരെ ആശാവഹമായ കാര്യമാണ്. 2014 മുമ്പ് ചീഞ്ഞ് നാറുന്ന റെയിൽവേ ട്രാക്കുകളും റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം തകരം കൊണ്ടടിച്ച ട്രെയിനുകളും കണ്ടുമടുത്ത ആളുകളാണ് ഭാരതീയർ. അവിടെയാണ് വന്ദേ ഭാരതും ഹൈഡ്രജൻ ട്രെയിനും അമൃത ഭാരതും ഒക്കെ ചീറിപ്പാഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എക്സ്പ്രസ് വേകൾ, നമുക്കറിയാം, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾക്ക് പകരം ഇന്ന് എക്സ്പ്രസ് വേകൾ വന്നു. IIT-കളുടെ എണ്ണം കൂടി, എയിംസുകളുടെ എണ്ണം കൂടി, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടി, ഉജ്ജ്വല യോജന കൊണ്ടുവന്നു. എല്ലായിടത്തും ഹർഘർ ജൽ പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കുകയുണ്ടായി, എല്ലായിടത്തും വൈദ്യുതി എത്തിക്കുകയുണ്ടായി, എല്ലാവർക്കും വീടെത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി, എല്ലായിടത്തും ശൗചാലയം കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. 370 ആർട്ടിക്കിൾ അബ്രഗേറ്റ് ചെയ്ത് കശ്മീരിനെ ശക്തമാക്കി ഭാരതത്തിനൊപ്പം നിർത്തി. ഈ മാവോയിസ്റ്റ് ശക്തികളെ മുച്ചൂടും മുടിച്ച് അവിടെയും വികസനത്തിൻ്റെ മന്ത്രം ഉയരുകയാണ്. ഇതെല്ലാം ജനങ്ങൾ അറിയണ്ടേ? നമ്മൾ ഇത് സർക്കാരിൻ്റെയും MP-മാരുടെയും മാത്രം ബാധ്യതയായി കണക്കാക്കാതെ ഇതിനെക്കുറിച്ച് പഠിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളും ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. വാർത്തയിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചകളിലും പാർലമെന്റിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാർലമെന്ററി പാർട്ടിയുടെ യോഗം ചേരുകയും സുപ്രധാന വിഷയങ്ങളും പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യുന്നതാണ് മംഗൾ മിലൻ. മംഗൾ മിലൻ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംവിധാനം എന്ന നിലയ്ക്ക് NDA അംഗങ്ങളായിട്ടുള്ള എല്ലാ MP-മാരും എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 1 മണിക്കൂർ നേരം ഒരുമിച്ച് കൂടും. പാർലമെന്റിനോട് ചേർന്നുള്ള GMC ബാലയോഗി ഹാളിലാണ് ആ പരിപാടി നടക്കുക. അത് തുടർച്ചയായി നടന്നു വരുന്നൊരു പരിപാടിയാണ്. മംഗൾ മിലനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ ഓരോ ആഴ്ചയിലും ഓരോ മന്ത്രാലയവും നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് ഓരോ കേന്ദ്രമന്ത്രിമാരും വിശദീകരിക്കും. കഴിഞ്ഞ മംഗൾ മിലനിൽ തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് തൊഴിൽ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചതെന്ന് C. സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൊഴിൽ മേഖലയിൽ ഭാരതം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലായാലും സേവന മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും വിവിധ മേഖലകളിൽ സമ്പത്ത് നിർണ്ണയിക്കുന്ന മേഖലകളിലൊക്കെ നിരന്തരമായ ഇടപെടൽ നിമിത്തം, സർക്കാരിൻ്റെ സമർത്ഥമായ ഇടപെടൽ നിമിത്തം നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ധാരാളമായി സാധിച്ചിട്ടുണ്ട്. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ തരംതാണ രാഷ്ട്രീയവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ MP-മാരും പ്രചാരണത്തിനിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്വതയില്ലാത്ത പ്രതിഷേധാർഹമായ പ്രതിഷേധങ്ങൾ സഭയ്ക്കുള്ളിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഉയർത്തുന്നു എന്നതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്നത്. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം കൈവരിക്കുന്ന വികസിത നേട്ടങ്ങളൊന്നും തന്നെ പാർലമെന്റിൽ ചർച്ചയാകരുതെന്നാണ് ഈ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ജനം TV-ക്ക് വേണ്ടി ആദർശ് TS.